ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഹാഫ് പേജ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർച്ചിനെ പറ്റിയാണ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ആർച്ച്. സോ ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആർച്ച് എന്താണ്? ഈ കാണുന്ന ഇമേജ് ആണ് ആക്ച്വലി ആർച്ച്. സോ ആർച്ചിൻ്റെ ഡെഫിനേഷൻ എന്താണ്? എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഓഫ് വെഡ്ജ് ഷേപ്പ് യൂണിറ്റ്. എ സ്ട്രക്ചർ വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് വെഡ്ജ് ഷേപ്പ് യൂണിറ്റ്. ഓക്കെ, എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ഓഫ് വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് ദാറ്റ് മേ ബി ബ്രിക്കും ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റോണും ആയിരിക്കാം. ജോയിൻ ടുഗെദർ ബൈ മോട്ടർ. മോട്ടർ യൂസ് ചെയ്താണ് ഇതിനെ ജോയിൻ ചെയ്യുന്നത്. മോട്ടർ എന്തായിരിക്കാം? മേ ബി ലൈം മോട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ സിമെൻറ്റ് മോട്ടർ ആയിരിക്കാം. So a structure constructed of wedge shape unit that may be brick or stone joined together by mortar that may be lime mortar or cement mortar. So ഇതിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പാൻസ് ഓവർ ഓപ്പണിംഗ് ആൻഡ് സപ്പോർട്ട് ദ വെയിറ്റ് ഓഫ് ദ വാൾ അബവ് ഇറ്റ് ആൻഡ് അതർ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് എന്ന് പറഞ്ഞാൽ സ്പാൻസ് ഓവർ ഓപ്പണിംഗ്. ഓപ്പണിംഗിലാണ് ജനറൽ ഇത് സ്പാൻ ചെയ്യുന്നത്. ആൻഡ് സപ്പോർട്ട് ദ വെയിറ്റ് ഓഫ് ദ വാൾ അബവ് ഇറ്റ്, ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റിനെ ഇത് സപ്പോർട്ട് ചെയ്യും. ആൻഡ് അതർ സൂപ്പർ ഇമ്പോസ് ലോഡ്, വേറെ സൂപ്പർ ഇമ്പോസ് ലോഡിനെയും അത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആർച്ച് വിൽ ഓൾവേസ് ബി ഇൻ കംപ്രഷൻ. ഇത് എപ്പോഴും കംപ്രഷനിലായിരിക്കും. അതാണ് ആർച്ചിൻ്റെ പ്രത്യേകത. ഫൈനലി ട്രാൻസ്ഫേഴ്സ് ദ ലോഡ് ടു അബട്ട്മെൻറ്റ്. പിന്നെ അത് ഇങ്ങനെ ലോഡ് എടുക്കും, എന്നിട്ട് അത് ആർച്ച് വഴി അബട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ആർച്ചിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതായിരുന്നു ബേസിക് ഇൻട്രോ അബൌട്ട് ആർച്ച്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എലിമെൻറ്റ്സ് ഓഫ് ആർച്ച് എന്തൊക്കെയാണെന്ന്. സോ എലിമെൻറ്റ്സ് ഓഫ് ആർച്ച് ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് എലിമെൻറ്റ്സ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാഡോസ്. ഇൻട്രാഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച്. ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച്, ഈ ഒരു ഇന്നർ കർവിനെയാണ് നമ്മൾ ഇൻട്രാഡോസ് എന്ന് പറയുന്നത്. സോ ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച് എന്ന് ചോദിച്ചാൽ അത് ഇൻട്രാഡോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫിറ്റ്. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ജനറൽ ആയിട്ടുള്ള ഒരു വേർഡാണ് സോഫിറ്റ്. ദ ഇന്നർ സർഫസ് ഓഫ് ആർച്ച് ഈസ് സോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കാണുന്ന സർഫസ് ആണ് സോഫിറ്റ് എന്ന് പറയുന്നത്. ഇന്നർ സർഫസ് ആണെങ്കിൽ സോഫിറ്റ്, ഇന്നർ കർവ് ആണെങ്കിൽ ഇൻട്രാഡോസ്. കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാഡോസ്. എക്സ്ട്രാഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ കർവ് ഓഫ് എൻ ആർച്ച്. ഔട്ടർ കർവ്, ഈ കർവിനെയാണ് നമ്മൾ എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കർവിനെയാണ് നമ്മൾ എക്സ്ട്രാഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വോയ്സേഴ്സ്. വോയ്സേഴ്സ് എന്താണ്? വെഡ്ജ് ഷേപ്പ് എലിമെൻറ്റ് ഫോമിങ് ആർച്ച്, അതിനെയാണ് വോയ്സേഴ്സ് എന്ന് പറയുന്നത്. വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് എന്താ പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കാണുന്ന വെഡ്ജ് ഷേപ്പാണ്. ഇതിനെയാണ് നമ്മൾ വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇത് കൊണ്ടാണ് നമ്മൾ ആർച്ചിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ വോയ്സർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയ്യസ്റ്റ് പാർട്ട് ഓഫ് എക്സ്ട്രാഡോസ്. എക്സ്ട്രാഡോസിൻ്റെ ഹയ്യസ്റ്റ് പാർട്ട്, ഇത് കാണുന്ന എക്സ്ട്രാഡോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഹയ്യസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. സോ ഹയ്യസ്റ്റ് പാർട്ട് ഓഫ് എക്സ്ട്രാഡോസ് ഈസ് ക്രൗൺ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കീ സ്റ്റോൺ. കീ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ് ഫിക്സ്ഡ് അറ്റ് ക്രോൺ ഓഫ് ദ ആർച്ച് ഓർ ഇറ്റ് മേ ബി കോൾഡ് ആസ് കീ. ഓക്കെ, വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് ആണ് ദാറ്റ് ഫിക്സ്ഡ് അറ്റ് ക്രൗൺ. അത് ക്രൗണിൽ ഫിക്സ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് കീ സ്റ്റോൺ അല്ലെങ്കിൽ കീ. ഇത് കീ അല്ലെങ്കിൽ കീ സ്റ്റോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, വെഡ്ജ് ഷേപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയ്സർ. വോയ്സറിനെ നമ്മൾ ക്രൗണിൽ ഫിക്സ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കീ സ്റ്റോൺ അല്ലെങ്കിൽ കീ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പാൻഡ്രിൽ. സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കർവ്ഡ് ട്രയാങ്കിൾ ഫോംഡ് ബിറ്റ്വീൻ എക്സ്ട്രാഡോസ് ആൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ എക്സ്റ്റെൻഡിങ് ഫ്രം ദ ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർവ്ഡ് ട്രയാങ്കിൾ, ഈ കാണുന്ന കർവ്ഡ് ട്രയാങ്കിളിനെയാണ് നമ്മൾ സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് ക്രൗണിനെ നമ്മൾ ജോയിൻ ചെയ്യണം. രണ്ട് ക്രൗണിൻ്റെ രണ്ട് പോയിന്റിനെ നമ്മൾ ജോയിൻ ചെയ്യണം. അതിൻ്റെ അകത്തുള്ള എൻക്ലോസ്ഡ് ഏരിയനെയാണ് നമ്മൾ സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. സോ ഇതൊരു കർവ്ഡ് ട്രയാങ്കിൾ ആണ്, കാണാൻ പറ്റും. ഒരു കർവ്ഡ് ട്രയാങ്കിൾ ആണ് കാണുന്നത്. സോ ഇതിനെയാണ് നമ്മൾ സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എലിമെൻറ്റ് എന്താണ്? നെക്സ്റ്റ് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രിഞ്ചിങ് പോയിന്റ്. സ്പ്രിഞ്ചിങ് പോയിന്റ് എന്താണ്? ദ പോയിന്റ്സ് ഫ്രം വിച്ച് ദ കർവ് ഓഫ് ദ ആർച്ച് സ്റ്റാർട്ട്സ്. കർവ് ഓഫ് ദ ആർച്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ആകുന്നത് അതിനെയാണ് നമ്മൾ സ്പ്രിഞ്ചിങ് പോയിന്റ് എന്ന് പറയുന്നത്. സോ കർവ് ഓഫ് ദ ആർച്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ആകുന്നത് അതിനെ നമ്മൾ സ്പ്രിഞ്ചിങ് പോയിന്റ് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രിഞ്ചിങ് ലൈൻ. ഇമാജിനറി ലൈൻസ് ജോയിൻ ദ സ്പ്രിഞ്ചിങ് പോയിന്റ്. ദ ഇമാജിനറി ലൈൻ, അപ്പോൾ ഇവിടെ ഒരു ഇമാജിനറി ലൈൻ നമ്മൾ ഡ്രോ ചെയ്താൽ അത് ജോയിൻ ചെയ്യുന്നത് സ്പ്രിഞ്ചിങ് പോയിന്റിനെ ആണെങ്കിൽ അതിനെ നമ്മൾ സ്പ്രിഞ്ചിങ് ലൈൻസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രിഞ്ചേഴ്സ്. സ്പ്രിഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വോയ്സേഴ്സ് അറ്റ് സ്പ്രിഞ്ചിങ് ലെവൽ. സോ ഫസ്റ്റ് വോയ്സർ അറ്റ് സ്പ്രിഞ്ചിങ് ലെവലിനെ നമ്മൾ
സ്പ്രിഞ്ചർ എന്ന് പറയും. സോ ഫസ്റ്റ് വോയിസർ അറ്റ് സ്പ്രിഞ്ചിങ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് സ്പ്രിഞ്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്യൂ ബാക്ക്, ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് അബട്ട്മെൻറ്റ് പ്രൊവൈഡഡ് ടു റിസീവ് ആർച്ച് ഫ്രം വിച്ച് കർവ് ഓഫ് ആർച്ച് സ്റ്റാർട്ട്. സോ ഇൻക്ലൈൻഡ് സർഫസ് ആണ് അബട്ട്മെൻറ്റിൻ്റെ, ഫ്രം വിച്ച് abutment to provide to receive arch from which curve of the arch start. സോ അതെന്താണെന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഇൻക്ലൈൻഡ് സർഫസ് ആണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. സോ ഇൻക്ലൈൻഡ് സർഫസ് ഓഫ് അബട്ട്മെൻറ്റിൻ്റെ ഇൻക്ലൈൻഡ് സർഫസ് ആണ് പ്രൊവൈഡഡ് ടു റിസീവ് ആർച്ച് ഫ്രം വിച്ച് കർവ് ഓഫ് ദ ആർച്ചസ്, കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോർഷൻ, അതിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയാം അബട്ട്മെൻറ്റ്. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് സപ്പോർട്ട് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എൻഡ് സപ്പോർട്ട് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പിയർ, ഇത് രണ്ടും കൺഫ്യൂസ് ആവാറുണ്ട്. സോ എൻഡ് സപ്പോർട്ട്, ഈ കാണുന്ന എൻഡ് സപ്പോർട്ടിനെയാണ് നമ്മൾ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ പിയർ എന്ന് പറയും. ഓക്കെ, പിന്നെ പിയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പിയർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോം ഓഫ് അബട്ട്മെൻറ്റ് എന്നും പറയും. അതും സിമിലർ ഫോം ഓഫ് അബട്ട്മെൻ്റ് ആണ്. ഓക്കെ, ഒരു വേറെ വെറൈറ്റി ഓഫ് അബട്ട്മെൻറ്റിനെ നമ്മൾ പിയർ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എലിമെൻറ്റ് എന്താണ്? ആർക്കേഡ്സ്, റോസ് ഓഫ് ആർച്ച് ഇൻ കണ്ടിന്യൂഷൻ, റോ ഓഫ് ആർച്ച് ഇൻ കണ്ടിന്യൂഷൻ. സോ റോ ഓഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ആർച്ചിൻ്റെ റോ, ഇതിനെ കണ്ടിന്യൂഷനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആർക്കേഡ്സ് എന്ന് പറയുന്നത്. സോ റോ ഓഫ് ആർച്ചസ് ഇൻ കണ്ടിന്യൂസ്, അപ്പോൾ അതിനെയാണ് നമ്മൾ ആർക്കേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗഞ്ച്. ഹൗഞ്ച് എന്താണ്? ലോവർ ഹാഫ് ഓഫ് ആർക്ക് ഇൻ വിച്ച് ഇൻ ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് സ്ക്യൂ ബാക്ക്. സോ ലോവർ ഹാഫ് ഓഫ് ദ ഹൗഞ്ച് ആണ്, ലോവർ ഹാഫ് ഓഫ് ദ ആർച്ച്, ലോവർ ഹാഫ് ഓഫ് ദ ആർച്ചിനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ക്രൗൺ എൻ്റെയും ആൻഡ് സ്ക്യൂ ബാക്കിൻ്റെയും ഇടയ്ക്കായിരിക്കണം. അത് ലോവർ ഹാഫ് ആയിരിക്കണം, പ്ലസ് ക്രൗണിൻ്റെയും സ്ക്യൂ ബാക്കിൻ്റെയും ഇടയ്ക്കായിരിക്കണം. സോ ഇതിനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ സ്പാൻ. സ്പാൻ എന്താണ്? ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ്. സോ ഈ ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ്, ഇതിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈസ്, ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രാഡോസ് ആൻഡ് സ്പ്രിഞ്ചിങ് ലൈൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രാഡോസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ഓക്കെ, സ്പ്രിഞ്ചിങ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ. സോ ഇത് രണ്ടിനെയും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഇതിൽ ഹൈലൈറ്റിംഗ് പോയിന്റ്. ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രാഡോസ്, ഇൻട്രാഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റും സ്പ്രിഞ്ചിങ് ലൈൻസും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. സോ അതൊരു ഇമാജിനറി ആണ്. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രാഡോസ് ആൻഡ് എക്സ്ട്രാഡോസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രാഡോസ് ആൻഡ് എക്സ്ട്രാഡോസിനെയാണ് നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത്. സോ എക്സ്ട്രാഡോസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് സർഫസ്, ഇൻട്രാഡോസ് എന്ന് പറഞ്ഞാൽ താഴത്തെ സർഫസ്, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തിക്നെസ്. തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ ഫേസ് ഓഫ് ആർച്ച്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ ഫേസ് ഓഫ് ദ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ഒരു ഇമേജിലാണ് നമ്മുടെ തിക്നെസ് അറിയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ ഫേസ് ഓഫ് ദ ആർച്ച്, അതിനെയാണ് നമ്മൾ തിക്നെസ് എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ എലിമെൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോസ്റ്റ്. ഇമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്റ്റിംഗ് ബ്ലോക്ക് റെസ്റ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ കോളം വിച്ച് ഈസ് ഇൻ കംപ്രഷൻ. സോ പ്രൊജക്റ്റിംഗ് ബ്ലോക്ക് ഏതാണ് ഇവിടെ? പ്രൊജക്റ്റിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അത് പ്രൊജക്റ്റിംഗ് ബ്ലോക്ക് റെസ്റ്റിംഗ് ഓൺ കോളം, കോളത്തിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഇൻ കംപ്രഷൻ. സോ പ്രൊജക്റ്റിംഗ് ബ്ലോക്ക് ആണ്, പ്ലസ് അത് കംപ്രഷനിലുമായിരിക്കും. അതിനെ നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയും. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പോസ്റ്റ്. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു ബേസിക്കലി എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, എലിമെൻറ്റ്സ് ഓഫ് ആർച്ച് അല്ലെങ്കിൽ പാർട്സ് ഓഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാം കവർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫെയിലിയർ ഓഫ് ആർച്ച്. ആർച്ചിൽ എന്തൊക്കെ ഫെയിലിയർ ആവാനുള്ള ചാൻസസ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞത് കംപ്രഷൻ മാത്രമാണ് ആർച്ച് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ കംപ്രഷൻ കാരണം എന്തായിരിക്കും ഫെയിലിയർ ഉണ്ടാകുന്നത്? ക്രഷിംഗ് ആയിരിക്കും. ഒബ്വിയസ് റീസൺ ആണ്, ക്രഷിംഗ് ആയിരിക്കും. ക്രഷിംഗ് ഓഫ് മെഷീനറി, മെയിൻലി കംപ്രഷൻ ഈസ് ആക്ടിങ് ഇൻ ദ ആർച്ച്. സോ കംപ്രഷൻ ആണ് ആർച്ചിൽ ആക്ട് ആവുന്നത്. സോ ക്രഷിംഗ് ഫെയിലിയർ ആണ് അതിൽ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് ഓഫ് വോയിസർ. വോയിസർ സ്ലൈഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതെങ്ങനെയാണ് സ്ലൈഡ് ആവുന്നത്? ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് മോട്ടർ ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ സ്ലൈഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഓഫ്
സം ജോയിൻറ്റ്സ് അബൌട്ട് ആൻ എഡ്ജ്. ഒരു എഡ്ജിൻ്റെ അഗോൺസ്റ്റ് റൊട്ടേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ അതും ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ റൊട്ടേഷൻ ഓഫ് സം ജോയിൻറ്റ്സ് അബൌട്ട് ആൻ എഡ്ജ്, അതിനെ നമ്മൾ ഫെയിലിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അൺഈവൻ സെറ്റിൽമെൻറ്റ് ഓഫ് അബട്ട്മെൻറ്റ് അല്ലെങ്കിൽ പിയർ. അൺഈവൻലി സെറ്റിൽ ആവുകയാണ് അബട്ട്മെൻറ്റ് അല്ലെങ്കിൽ പിയർ, അതിനെ നമ്മൾ ഫെയിലിയർ ഓഫ് ആർച്ചിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതായിരുന്നു ബേസിക്കലി ഫെയിലിയർ ഓഫ് ആർച്ച്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് ഓൺ ദ ബേസിസ് ഓഫ് ഷേപ്പ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ഷേപ്പിലാണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ബേസ് ഓഫ് ഷേപ്പ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റ് ആർച്ച്. ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ടൈപ്പ് ഇൻ വിച്ച് ഇൻട്രാഡോസ് ആൻഡ് എക്സ്ട്രാഡോസ് ആർ ഫ്ലാറ്റ്. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാഡോസും ഇൻട്രാഡോസും എന്താണെന്ന് അറിയാം. സോ എക്സ്ട്രാഡോസും ഇൻട്രാഡോസും ഫ്ലാറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയും. യൂസ്ഡ് ഫോർ ലൈറ്റ് ലോഡ്സ് ഓർ സ്പാൻ അപ് ടു 1.5 മീറ്റർ വരെ അതിൻ്റെ സ്പാനിങ് ഉണ്ട്. ഓക്കെ, സോ അത് എന്താണ് ഇമേജ് നമുക്ക് നോക്കാം. ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതിനെ നമുക്ക് കാണാൻ പറ്റും ഇൻട്രാഡോസും എക്സ്ട്രാഡോസും രണ്ടും ഫ്ലാറ്റ് ആണ് അല്ലേ. സോ എക്സ്ട്രാഡോസും ഇൻട്രാഡോസും രണ്ടും ഫ്ലാറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബാക്ക് മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽസ്. ക്യൂബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസ് ആണ്. സോ അത് 60 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് ക്യൂബാക്ക് 60 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്നത്. സോ ഫ്ലാറ്റ് ആർച്ചാണ്. ഇൻട്രാഡോസ് ആൻഡ് എക്സ്ട്രാഡോസ് ഫ്ലാറ്റ് ആണ്. സ്പാൻ 1.5 ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റൽ ആർച്ച്. സെഗ്മെൻറ്റൽ ആർച്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇമേജ് ആണ് സെഗ്മെൻറ്റൽ ആർച്ച്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്? മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ആർച്ചാണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ആർച്ചാണ് സെഗ്മെൻറ്റൽ ആർച്ച്. ഓക്കെ, ഇറ്റ് സെൻറ്റർ ലൈസ് ബിലോ ദ സ്പ്രിഞ്ചിങ് ലൈൻ. സോ ഇതിൻ്റെ സ്പ്രിഞ്ചിങ് ലൈൻ നമ്മൾ കണ്ടു. ഇതാണ് സ്പ്രിഞ്ചിങ് ലൈൻ. ഓക്കെ, സ്പ്രിഞ്ചിങ് ലൈനിൻ്റെ താഴെയാണ് ഇതിൻ്റെ സെൻറ്റർ ലൈ ചെയ്യുന്നത്, ഈ ഇമേജിൽ കാണുന്ന പോലെ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സെഗ്മെൻറ്റൽ ആർച്ചിൽ ഇങ്ങനത്തെ എവിടെയാണ് സെൻറ്റർ ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. സോ സ്പ്രിഞ്ചിങ് ലൈനിൻ്റെ താഴെയാണ് ലൈ ചെയ്യുന്നത്. പിന്നെ ത്രസ്റ്റ് ട്രാൻസ്ഫർ ഓൺ അബട്ട്മെൻറ്റ് അറ്റ് ആൻ ഇൻക്ലിനേഷൻ. ത്രസ്റ്റ് ട്രാൻസ്ഫർ ആകുന്നത് അബട്ട്മെൻറ്റിലാണ്. പ്ലസ് അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആകുന്നത്? ഇൻക്ലിനേഷനാണ്. അതൊരു ഇൻക്ലിനേഷൻ, ഈ കാണുന്ന ഇൻക്ലിനേഷൻ വഴിയാണ് ത്രസ്റ്റ് ട്രാൻസ്ഫർ ആകുന്നത്. ഓക്കെ, അതായിരുന്നു സെഗ്മെൻറ്റൽ ആർച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ്റെ ടൈപ്പ് നോക്കാം. സെമി സർക്കുലർ ആർച്ച്. സെമി സർക്കുലർ ആർച്ച് പേരിൽ തന്നെയുണ്ട്. മോഡിഫിക്കേഷൻ ഓഫ് സെഗ്മെൻറ്റൽ ആർച്ച്. ഇതൊരു മോഡിഫിക്കേഷൻ ഓഫ് സെഗ്മെൻറ്റൽ ആർച്ചാണ് സെമി സർക്കുലർ ആർച്ച്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിലാണ് ഓൾറെഡി ഇമേജ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. സെമി സർക്കുലർ ആർച്ച് എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ ഫേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സെൻറ്റർ ലൈസ് ഓവർ ദ സ്പ്രിഞ്ചിങ് ലൈൻ. ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ് ലൈ ചെയ്യുന്നത്? സ്പ്രിഞ്ചിങ് ലൈനിൽ, അതേ ലൈനിലാണ് ലൈ ചെയ്യുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമി സർക്കുലറിൽ സെൻറ്റർ ലൈ ചെയ്യുന്നത് ഓവർ ദ സ്പ്രിഞ്ചിങ് ലൈനാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് ട്രാൻസ്ഫർ ഓൺ അബട്ട്മെൻറ്റ് അറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. ത്രസ്റ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ത്രസ്റ്റ് ട്രാൻസ്ഫർ ആകുന്നത് അബട്ട്മെൻറ്റിൽ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷനിൽ ഹോഴ്സ് ഷൂ ആർച്ച്. ഹോഴ്സ് ഷൂ ആർച്ചാണ്. സോ പേരിൽ തന്നെ അറിയാൻ പറ്റും ഹോഴ്സ് ഷൂ പോലെ ഇരിക്കും. ഓക്കെ, അതിനോടാണ് നമ്മൾ തന്നെ ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറയുന്നത്. ആർച്ച് ഹാസ് എ ഷേപ്പ് ഓഫ് ഹോഴ്സ് ഷൂ. ഹോഴ്സ് ഷൂവിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറയും. ഇൻകോപ്പറേറ്റ് മോർ യൂണിറ്റ്സ് ദാൻ സെമി സർക്കുലർ ആർച്ച്. സെമി സർക്കുലർ ആർച്ചിനേക്കാളും കൂടുതൽ യൂണിറ്റ് ഇത് ക്യാരി ചെയ്യും. കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇതൊരു യൂണിറ്റ് ആണ്. സോ സെമി സർക്കുലറിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടുതൽ നമ്പർ ഓഫ് യൂണിറ്റ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊവൈഡഡ് ഫോർ ആർക്കിടെക്ചറൽ കൺസിഡറേഷൻ. സോ ആർക്കിടെക്ചറൽ കൺസിഡറേഷനിലാണ് നമ്മൾ ജനറലി ഹോഴ്സ് ഷൂവിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് ആർച്ച്. പോയിൻറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഗോത്തിക് ആർച്ച്. ഗോത്തിക് ആർച്ച് എന്ന് ചോദിക്കാറുണ്ട് എക്സാംസിൽ. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഗോത്തിക് ആർച്ച്. പോയിൻറ്റഡ് ആർച്ചിൻ്റെ വേറൊരു പേരാണ് ഗോത്തിക് ആർച്ച്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ആർച്ച് ഓഫ് എ സർക്കിൾ മീറ്റിംഗ് അറ്റ് എൻ എപ്പെക്സ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് കൺസിസ്റ്റ് ഓഫ് 2 ആർക്കാണ്. ഇത് കാണാൻ പറ്റും, 2 ആർക്ക്. അത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ്. അതിന് നമ്മൾ എപ്പെക്സ് എന്ന് പറയും. ഓക്കെ, 2 ആർക്ക് ഓഫ് എ സർക്കിൾ മീറ്റിംഗ് അറ്റ് എൻ എപ്പെക്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഫോംഡ് ഇൻ ദിസ് കേസ് മേ ബി ഇക്വലാറ്ററൽ. അത് ഇക്വലാറ്ററൽ ആവും. ഈ കാണുന്ന പോലെ ഇക്വലാറ്ററൽ ആണ് ഈ ട്രയാങ്കിൾ. അതേ ഓർ ഇൻ കേസ് അത് ഐസോസെലസും ആവും. ഈ കാണുന്ന പോലെ ഐസോസെലസും ആവാം. ഓക്കെ, ട്രയാങ്കിൾ ഫോംഡ് ഇൻ ദിസ് കേസ് മേ ബി ഇക്വലാറ്ററൽ ഓർ മേ ബി ഐസോസെലസ്. അതാണ് പോയിൻറ്റഡ് ആർച്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? വെനീറ്റിയൻ ആർച്ച്. വെനീറ്റിയൻ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വെനീറ്റിയൻ ആർച്ചിൻ്റെ ഫോട്ടോ ആണ് ഇത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെനീറ്റിയൻ ആർച്ചും എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ഫോം ഓഫ് പോയിൻറ്റഡ് ആർച്ച് ഇൻ വിച്ച് ഡെപ്ത് അറ്റ് ദ ക്രോൺ ഈസ് മോർ ദാൻ ദ ഫ്രിഞ്ചിങ്. സോ ഡെപ്ത് അറ്റ് ദ ക്രോൺ, കോണിൽ എത്രയാണോ ഡെപ്ത് അതിനേക്കാളും കൂടുതലായിരിക്കും, കോണിൽ ഡെപ്ത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു സ്പ്രിഞ്ചിങ്ങിൽ. ഓക്കെ, ഈ രണ്ട് ഡെപ്ത്, ഇത് മൂന്ന് ഡെപ്തും വേരി ചെയ്യാറുണ്ട് ജനറലി. ഓക്കെ, ഇറ്റ് ഹാസ് 4 സെൻറ്റർ all of which are located on springing. So all of the which are located on springing. 4 സെൻറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് നമ്മൾ നോക്കാം. ഇതാണ് 4 സെൻറ്റർ. ഇത് എക്സ്ട്രാ ഡോസിനെ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, അതേപോലെ ഇൻട്രാ ഡോസിനെ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, അതേപോലെ ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡോസിനെ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, ഇൻട്രാ ഡോസിനെ കണക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് 4 സെൻറ്ററാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 4 സെൻറ്ററാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ സെൻറ്റർ C1, C2, C3, C4 അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 4 സെൻറ്ററാണ് വെനീറ്റിയൻ ആർച്ചിന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോറന്റൈൻ ആർച്ച്. ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെനീറ്റിയൻ ആർച്ചിനെയാണ് നമ്മൾ ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ വിച്ച് ഇൻട്രാഡോസ് ഈസ് സെമി സർക്കിൾ. ഇൻട്രാഡോസ് ഇതിൽ സെമി സർക്കിളാണ്. ഇതിൽ കാണാൻ പറ്റും ഇൻട്രാഡോസ് സെമി സർക്കിളാണ്. സോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെനീറ്റിയൻ ആർച്ചാണ് ഇൻ വിച്ച് ഇൻട്രാഡോസ് ഈസ് എ സെമി സർക്കിൾ. സോ ഇതാണ് ഫ്ലോറന്റൈൻ ആർച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? റിലീവിംഗ് ആർച്ച്. റിലീവിംഗ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ഒരു ഇമേജാണ് റിലീവിംഗ് ആർച്ച്. ഓക്കെ, ഇതിലെന്താണ് പ്രത്യേകത? ദിസ് ആർച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ഫ്ലാറ്റ് ഓർ വുഡൻ ലിൻറ്റൽ. ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ വുഡൻ ലിൻറ്റലിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, this arch make it possible to replace the lintel below it without disturbing the stability of the structure. So ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതിന് നമ്മൾ ലിൻറ്റലിനെ നമ്മൾ റിപ്ലേസ് ചെയ്യാൻ പറ്റും വിതൗട്ട് ഡിസ്റ്റർബിങ് ദ സ്ട്രക്ചർ. അതെങ്ങനെയാണ് റിപ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അത് എന്തുകൊണ്ടാണ് റിപ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ കേസ് ഇത് ടിമ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെയിൻ ആകുമ്പോൾ ഇത് ഡിക്കേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വിതൗട്ട് ഡിസ്റ്റർബിങ് ദ സ്ട്രക്ചർ നമുക്ക് ഈ ടിമ്പറിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് റിലീവിംഗ് ആർച്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റഡ് ആർച്ച്. സ്റ്റിൽറ്റഡ് ആർച്ച് എന്താണ്? സ്റ്റിൽറ്റഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇമേജ് ആണ് സ്റ്റിൽറ്റഡ് ആർച്ച്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് സെമി സർക്കുലർ ആർച്ച് വിത്ത് 2 വെർട്ടിക്കുലർ പോർഷൻ അറ്റ് ഇറ്റ്സ് ഫ്രിഞ്ചിങ്. സോ സെമി സർക്കുലർ ആർച്ച് ആണ് ഇതിൽ കാണുന്നത്, പ്ലസ് 2 വെർട്ടിക്കൽ പോർഷൻ. ഇതിൽ കാണുന്നത് വെർട്ടിക്കൽ പോർഷൻ, ഈ 2 വെർട്ടിക്കൽ പോർഷൻ, ഇതും വെർട്ടിക്കൽ പോർഷനാണ്, ഇതും വെർട്ടിക്കൽ പോർഷനാണ്. ഓക്കെ, സോ സെമി സർക്കുലറും ഉണ്ട് പ്ലസ് 2 വെർട്ടിക്കൽ പോർഷനും ഉണ്ട് അറ്റ് ഇറ്റ്സ് ഫ്രിഞ്ചിങ്സ്. ഓക്കെ, center of this arch lie on horizontal line passing from top of the vertical portion. So center lie ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ സെൻറ്റർ ലൈ ചെയ്യുന്നത്. സോ നമ്മുടെ വെർട്ടിക്കൽ പോർഷനിൽ നമ്മൾ ഇമാജിനറി ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ സെൻറ്റർ ലൈ ചെയ്യുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് ദിസ് ആർച്ച് ലൈസ് ഓൺ ഹൊറിസോണ്ടൽ ലൈൻ പാസിംഗ് ഫ്രം ടോപ്പ് ഓഫ് ദ വെർട്ടിക്കൽ പോർഷൻ. ഓക്കെ, വെർട്ടിക്കൽ പോർഷൻ്റെ ടോപ്പിൽ നമ്മൾ ഇമാജിനറി ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് സെൻറ്റർ ലൈ ചെയ്യുന്നത്. അതാണ് സ്റ്റിൽറ്റഡ് ആർച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് സെൻറ്റർ. സോ നമ്മൾ ഷേപ്പ് നോക്കി, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സെൻറ്റർ ആണ്. ഓൺ ദ ബേസിസ് ഓഫ് സെൻറ്റർ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? ഓക്കെ, 1 സെൻറ്റേർഡ് ആർച്ച്. ഒരു സെൻറ്ററുള്ള ആർച്ചിന് നമ്മൾ എന്ത് പറയും? അതിൻ്റെ എക്സാമ്പിൾ ആണ് സെഗ്മെൻറ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഫ്ലാറ്റ് ആർച്ച്, ഹോഴ്സ്ഷൂ ആർച്ച്, ബുൾ ഐ ആർച്ച്. സോ ഇതൊക്കെ ബാക്കിയുള്ള നമ്മൾ നോക്കിയതാണ്. ബുൾ ഐ ആർച്ച് മാത്രമാണ് നമുക്ക് അറിയാത്തത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ഇമേജ് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇമേജ് ഇതാണ് ബുൾ ഐ ആർച്ച്. ഓക്കെ, അതാണ് 1 സെൻറ്റേർഡ് ആർച്ചിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2 സെൻറ്റേർഡ് ആർച്ചിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് ആർച്ച്, ഫ്ലോറന്റൈൻ ആർച്ച്. അതാണ് 2 സെൻറ്റേർഡ് ആർച്ചിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് 3 സെൻറ്റേർഡ് ആർച്ചിൻ്റെ എക്സാമ്പിൾ ഫ്ലോറന്റൈൻ ആർച്ച്. അപ്പോൾ ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റേർഡും ആയിരിക്കാം പ്ലസ് 3 സെൻറ്റേർഡും ആയിരിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റേർഡ് ആർച്ച്. ഇതിൻ്റെ വെനീറ്റിയൻ ആർച്ച് ഉണ്ട്, ടൂഡർ ആർച്ച് ഉണ്ട്. ടൂഡർ ആർച്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇമേജാണ് ടൂഡർ ആർച്ച്. ഓക്കെ, ഈ കാണുന്ന ഇമേജാണ് ടൂഡർ ആർച്ച്. നെക്സ്റ്റ് 5 സെൻറ്റേർഡ് ആർച്ച്. 5 സെൻറ്റേർഡ് ആർച്ചിൻ്റെ എക്സാമ്പിൾ ആണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. ഈ കാണുന്ന ഇമേജാണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. അതാണ് 5 സെൻറ്റേർഡ് ആർച്ച്. സോ ഓൺ ദ ബേസിസ് ഓഫ് ഷേപ്പ് നമ്മൾ നോക്കി, ഓൺ ദ ബേസിസ് ഓഫ് സെൻറ്റർ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ബേസിസിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആർച്ച്. സ്റ്റോൺ ആർച്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് റബ്ബിൾ, മെഷനറി അല്ലെങ്കിൽ ആസ്റ്റലർ ആർച്ച്.
റബ്ബിൾ മെഷീനറി വെച്ച് നമ്മൾ ആർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ റബ്ബിൾ ആർച്ച് എന്ന് പറയും. അതേപോലെ ആസ്ട്രൽ ആർച്ച് എന്ന് പറയുന്നത് അതിൻ്റെ മോഡിഫൈഡ് വെർഷൻ. ഓക്കെ, നമുക്ക് ഇമേജിൽ നോക്കാം. ഇതാണ് റബ്ബിൾ മെഷീനറി. സോ റബ്ബിൾ മെഷീനറി യൂസ് ചെയ്ത് നമ്മൾ ആർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റബ്ബിൾ ആർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് അറിയാം ഇതിൻ്റെ റബ്ബിളിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അതിൻ്റെ ഫിനിഷിംഗ് ഒന്നും അത്ര പ്രോപ്പർ ആവത്തില്ല. ഓക്കെ, ബട്ട് ആസ്ട്രൽ ആർച്ചിൻ്റെ ഫിനിഷിംഗ് നല്ല പ്രോപ്പർ ആയിരിക്കും, പ്ലസ് കോസ്റ്റ്ലിയർ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ മോഡിഫൈഡ് വെർഷൻ എന്നും പറയും. ഓക്കെ, ഇതിൻ്റെ ഫിനിഷിംഗ് വളരെ നല്ലതാണ് ആസ് കമ്പയർ ടു റബ്ബിൾ. ഓക്കെ, അതാണ് സ്റ്റോൺ ആർച്ചിൻ്റെ 2 ടൈപ്പ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ബ്രിക്ക് ആർച്ചസ്. ബ്രിക്ക് ആർച്ചിൻ്റെ ടൈപ്പ് എന്താണ്? ബ്രിക്ക് ആർച്ചിൻ്റെ റഫ് ആർച്ച്. സോ റഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ഇമേജ്. സോ നമ്മൾ എന്താണ് ഇതിലെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രിക്ക് ആർച്ചിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? വെഡ്ജ് ഷേപ്പിനെ നമ്മൾ വെഡ്ജ് ഷേപ്പിലാക്കും. സോ നമ്മൾ ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ വെഡ്ജ് ഷേപ്പിലാക്കും. ഓക്കെ, വെഡ്ജ് ഷേപ്പിലാക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ആയിരിക്കും. അതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിരിക്കത്തില്ല. സോ റഫ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഷേപ്പാണ്. ഓക്കെ, അതിന് ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്. സോ അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പുവർ ആയിരിക്കും റഫ് ബ്രിക്കിൻ്റെ. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആക്സ്ഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ആക്സ് യൂസ് ചെയ്താണ് നമ്മൾ വെഡ്ജ് ഷേപ്പ് കൊണ്ടുവരുന്നത്. നമ്മൾ ബ്രിക്ക് എടുത്തിട്ട് അതിനെ ആക്സ് യൂസ് ചെയ്ത് നമ്മൾ ഷേപ്പിൽ കൊണ്ടുവന്നാൽ ആക്സ്ഡ് ബ്രിക്ക് എന്ന് പറയും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജാണ് ആക്സ്ഡ് ബ്രിക്ക്. ആക്സ്ഡ് ബ്രിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു റഫ് ബ്രിക്ക് ഇതിൻ്റെ ഫിനിഷിംഗ് നല്ലതായിരിക്കും, പക്ഷേ എന്നാലും അത്ര ഒരു അപ് ടു ദ മാർക്ക് ആവത്തില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗേജ്ഡ് ബ്രിക്കിൻ്റെ എക്സാമ്പിളാണ് ഈ കാണുന്ന ഇമേജ്. ഓക്കെ, ഗേജ് ബ്രിക്ക് എങ്ങനെയാണ്? ഇതിൻ്റെ ഫിനിഷിംഗ് ആസ് കമ്പയർഡ് ടു ആക്സ് ബ്രിക്ക് നല്ലതായിരിക്കും. ഇതിന് പ്രോപ്പർലി നല്ല പോലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ആസ് കമ്പയർഡ് ടു ഇത് രണ്ടും റഫിനെയും ആക്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗേജ് ബ്രിക്ക് നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പർപ്പസ് മെയ്ഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ഇമേജാണ്. ഓക്കെ, പർപ്പസ് മെയ്ഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ മാനുഫാക്ചർ ചെയ്തതേ നമ്മൾ ഈ പർപ്പസിന് വേണ്ടിയാണ്. അതിനെയാണ് നമ്മൾ പർപ്പസ് മെയ്ഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫിനിഷിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആസ് കമ്പയർഡ് ടു എല്ലാ ബ്രിക്സിൻ്റെയും ബാക്കി ടൈപ്പ് ഓഫ് ബ്രിക്ക് ആർച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ പർപ്പസ് മെയ്ഡ് ബ്രിക്ക് ആയിരിക്കും ഇതിൻ്റെ ഫിനിഷിംഗ് ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആർച്ചിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? ടൈപ്സ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഇൻസിറ്റു, നമ്മൾ സൈറ്റിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കാസ്റ്റ് ഇൻസിറ്റു ആർച്ച് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ കാസ്റ്റ്, നമ്മൾ വേറെ സൈറ്റിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ സൈറ്റിൽ ഒന്ന് അസംബ്ലി ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രീ കാസ്റ്റ് ആർച്ച് എന്ന് പറയും. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ് ഓഫ് കൺസേണും നോക്കിക്കഴിഞ്ഞു. ആർച്ചിൻ്റെ ഷേപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി, നമ്പർ ഓഫ് സെൻറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി, ആൻഡ് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. സോ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റും നമ്മുടെ കവറായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ പോയിന്റ് ഓഫ് വ്യൂവും കവർ ആവും. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഹൊറിസോണ്ടൽ ലൈൻ ജോയിനിങ് 2 springing points in an arch is known as the horizontal line joining 2 springing point in an arch. So horizontal line joining 2 springing points എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്രിഞ്ചേഴ്സ് ആണോ, സ്പ്രിംഗിങ് ലൈൻ ആണോ, സ്പാൻഡ്രിൽ ആണോ, സ്പ്രിംഗിങ് പോയിന്റ് ആണോ? സോ ആൻസർ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗിങ് ലൈൻ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് അറിയാം, ഇത് ഇപ്പോൾ നമുക്ക് ബേസിക്കലി അറിയാം. സോ ഈ ലൈനിനെയാണ് നമ്മൾ സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നർ കർവ് ഓഫ് ആർച്ച് ഈസ് നോൺ ആസ്. ഇന്നർ കർവ് ഓഫ് ദ ആർച്ച് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രാഡോസ് ആണോ, സോഫിറ്റ് ആണോ, എക്സ്ട്രാഡോസ് ആണോ, ആർക്കേഡ് ആണോ? സോ ഇന്നർ കർവ് എന്ന് പറയുന്നത് ഇൻട്രാഡോസ് ആണ്. ദിസ് ഇസ് ദ ഇന്നർ കർവ് ഓഫ് ആർച്ച്. സോ ഇൻട്രാഡോസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രാഡോസിനെ എന്താണ് പറയുന്നത്? ഹയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രാഡോസ് എന്ന് പറഞ്ഞാൽ കീ ആണോ, ക്രൗൺ ആണോ, ഹോൺസ് ആണോ, റൈസ് ആണോ? സോ ആൻസർ നമുക്കറിയാം ക്രൗൺ ആണ് ഹയസ്റ്റ് പോയിന്റ്. സോ എക്സ്ട്രാഡോസിൻ്റെ ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം റോ ഓഫ് ആർച്ചസ് ഇൻ കണ്ടിന്യൂഷൻ. ആർച്ചസ് ഇൻ റോയിലാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻ കണ്ടിന്യൂഷൻ ആണെങ്കിൽ എന്താണ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ബേസിക്കായിട്ട് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ആർക്കേഡ് എന്നാണ് പറയുന്നത്. സോ ഈ റോ ഓഫ് ആർച്ച് ഇൻ കണ്ടിന്യൂഷനെ പറയുന്ന പേരാണ് ആർക്കേഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെമി എലിപ്റ്റിക്കൽ ആർച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. സെമി എലിപ്റ്റിക്കൽ ആർച്ച് ഇതിൻ്റെ എക്സാമ്പിൾ ആണ്. 1 centered ആർച്ച് ആണോ, 2 centered ആർച്ച് ആണോ, 3 centered ആർച്ച് ആണോ, 4 centered ആർച്ച് ആണോ? സെമി എലിപ്റ്റിക്കൽ ആർച്ച്. സോ സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറഞ്ഞാൽ 5 centered ആർച്ചിൻ്റെ എക്സാമ്പിൾ ആണ്. സോ 1 centered ആണോ, 2 centered ആണോ, 3 centered ആണോ, 5 centered ആണോ? 5 centered ആർച്ചിൻ്റെ എക്സാമ്പിൾ ആണ് സെമി എലിപ്റ്റിക്കൽ ആർച്ച്. ഓക്കെ, സോ അതാണ് ഈ കാണുന്ന ഇമേജ്. ഓക്കെ, പ്ലസ് ഇതിൻ്റെ എല്ലാ ടൈപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. സോ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ.
സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് നീ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് നമ്മുടെ ചാനലിന്. സോ താങ്ക്സ് എ ലോട്ട്.